Hi friends, welcome to my YouTube channel H Media. ത്രീ ഡി മാക്സ് ബിഗിനർ ടു അഡ്വാൻസ് ട്യൂട്ടോറിയൽസിൻ്റെ 61st ലെസനാണിത്. ഈ ഒരു ലെസണിലൂടെ GPU റെൻഡറിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. GPU റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് എത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സീനിനെയും നമുക്ക് വളരെ ഈസിയായി റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. GPU റെൻഡറിങ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഈ ഒരു സീനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. GPU റെൻഡറിങ് ചെയ്യുന്നതിനായി ആദ്യമായി നമുക്ക് റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഈ ഒരു റെൻഡർ സെറ്റപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റെൻഡറർ എന്ന ഈ ഒരു ടാബിൽ VRay 5 അപ്ഡേറ്റ് 2.2 എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ സെലക്ട് ആയിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നതാണ്. നമുക്കിത് GPU റെൻഡറിങ്ങിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനായി ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് VRay GPU എന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ ഒരു റെൻഡർ സെറ്റപ്പ് GPU റെൻഡറിങ്ങിലേക്ക് കൺവേർട്ട് ആകുന്നതാണ്. ഈ ഒരു GPU റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പവറിനനുസരിച്ച് നമുക്ക് വളരെ ഈസിയായി റെൻഡർ ചെയ്തുകൊണ്ട് റിസൾട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. CPU റെൻഡറിങ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഔട്ട്പുട്ട് സൈസ് നമ്മൾ ഈ ഒരു GPUയിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷവും നമുക്കിവിടെ ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഈ ഒരു റെൻഡർ എലമെന്റ്സിൽ ആഡ് ചെയ്തിട്ടുള്ള എലമെന്റ്സും നമുക്കിതുപോലെ തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. ഇനി ഒരു GPU റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫാസ്റ്റായി റെൻഡർ ചെയ്യുന്നതിനായുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. VRay എന്ന ഈ ഒരു ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലിമിറ്റ്സ്, നോയ്സ് ലിമിറ്റ് തുടങ്ങിയ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു ക്വിക്ക് റെൻഡറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റെൻഡർ ചെയ്യാവുന്നതാണ്. ആ ടൈം ആകുമ്പോൾ ഈ ഒരു റെൻഡർ സ്റ്റോപ്പ് ആവുകയും നമുക്ക് ആ ഒരു ഔട്ട്പുട്ട് യൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ നോയ്സ് ലിമിറ്റ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളൊരു ഹൈ റെസൊല്യൂഷൻ റെൻഡറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കിവിടെ നോയ്സ് ലിമിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ഒരു റെൻഡർ സെറ്റ് ചെയ്ത് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു സാമ്പിളറിൽ പ്രോഗ്രസീവ് എന്ന ഓപ്ഷനാണ് ഡിഫോൾട്ടായി ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്കിത് ചേഞ്ച് ചെയ്തുകൊണ്ട് ബക്കറ്റ് എന്ന ഓപ്ഷനും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരു ടൈം സെറ്റ് ചെയ്തുകൊണ്ട് റെൻഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സാമ്പിളറിൽ പ്രോഗ്രസീവ് എന്ന ഓപ്ഷൻ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്ത ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് ആ ഒരു റെൻഡർ സ്റ്റോപ്പ് ചെയ്യാനും അത് സേവ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാനും ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. അടുത്തായി നമുക്കിവിടെ സ്റ്റാർട്ട് IPR എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇന്ററാക്റ്റീവ് റെൻഡറിങ് ചെയ്യാവുന്നതാണ്. വളരെ ഫാസ്റ്റായി നമുക്ക് ഈ ഒരു സീനിന്റെ റിസൾട്ട് ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തായി ഗ്ലോബൽ ഇലുമിനേഷനിൽ GI എഞ്ചിൻ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ GI എഞ്ചിനിൽ സെക്കൻഡറി എഞ്ചിനാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ CPU റെൻഡറിങ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ ഡിഫോൾട്ടായി പ്രൈമറി എഞ്ചിൻ, സെക്കൻഡറി എഞ്ചിൻ എന്നിങ്ങനെ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ സെക്കൻഡറി എഞ്ചിൻ ലൈറ്റ് ക്യാഷ് എന്ന ഓപ്ഷനാണ് ഇവിടെ സെലക്ട് ആയിട്ടുള്ളത്. നമ്മൾ ഈ ഒരു റെൻഡർ സെറ്റപ്പ് ചേഞ്ച് ചെയ്തുകൊണ്ട് GPUയിലേക്ക് മാറ്റുമ്പോൾ ഗ്ലോബൽ ഇലുമിനേഷനിൽ GI എഞ്ചിനിൽ സെക്കൻഡറി എഞ്ചിനാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പ്രൈമറി എഞ്ചിൻ ബ്രൂട്ട് ഫോഴ്സ് ആയി വർക്ക് ചെയ്യുകയും സെക്കൻഡറി എഞ്ചിനായി ലൈറ്റ് ക്യാഷ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ നിന്ന് ബ്രൂട്ട് ഫോഴ്സ്, ലൈറ്റ് ക്യാഷ് തുടങ്ങിയ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു സെക്കൻഡറി GI എഞ്ചിനിൽ ഇവിടെ നമുക്ക് ഡിഫോൾട്ടായി തന്നിട്ടുള്ള ലൈറ്റ് ക്യാഷ് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തായി ലൈറ്റ് ക്യാഷ് എന്ന ഈ ഒരു ടാബ് ഇവിടെ കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ ഒരു സബ് ഡിവിഷനിൽ 1000 ഡിഫോൾട്ടായി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. CPU റെൻഡറിങ്ങിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള അതേ സെയിം റെൻഡർ സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഈ ഒരു GPU ചേഞ്ച് ചെയ്യുമ്പോഴും ഇവിടെ ലഭിക്കുന്നത്. GPU റെൻഡർ സെറ്റപ്പിൽ ചേഞ്ച് കാണാവുന്നത് ഈ ഒരു പെർഫോമൻസ് എന്ന ഈ ഒരു ടാബിലാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാബിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് റെൻഡറിങ്, VRay GPU റെൻഡർ ഡിവൈസ് സെലക്ട് എന്ന ഈ ഒരു ഓപ്ഷൻസ് നമുക്കിവിടെ കാണാവുന്നതാണ്.
ഇവിടെ നമുക്ക് ഈ ഒരു V-Ray GPU റെൻഡർ ഡിവൈസ് സെലക്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു എഞ്ചിൻ ടൈപ്പിൽ കുഡ എന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. കുഡ എന്ന ഈ ഒരു ഓപ്ഷനാണ് ഡിഫോൾട്ടായി സെറ്റ് ആയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ CPU, നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് തുടങ്ങിയ ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ CPU, GPU കൂടി ഒരുമിച്ച് നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു CPU എന്ന ഈ ഒരു ടിക്ക് ഓഫ് ചെയ്തുകൊണ്ട് GPU മാത്രം യൂസ് ചെയ്തുകൊണ്ടും റെൻഡർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഈ ഒരു എഞ്ചിൻ ടൈപ്പിൽ RTX എന്ന ഈ ഒരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു RTX എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഗ്രാഫിക്സ് കാർഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കുക. NVIDIA Quadro P4000 എന്ന ഈ ഒരു കാർഡാണ് ഈ ഒരു സിസ്റ്റത്തിൽ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ള ഗ്രാഫിക്സ് കാർഡിന്റെ പേര് ഇവിടെ നിന്ന് നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു GPU റെൻഡറിങ്ങിലൂടെ നമ്മുടെ ഗ്രാഫിക്സ് കാർഡിന്റെ പെർഫോമൻസ് അനുസരിച്ച് 50 to 80% ഫാസ്റ്റായി നമുക്ക് ഒരു റെൻഡർ ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നമ്മൾ ഈ ഒരു GPU റെൻഡറിങ് ചെയ്യുമ്പോൾ തന്നെ ലോഡില്ലാതെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വർക്ക് ചെയ്യാനും ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതുപോലെ നമുക്ക് ഇവിടെ RTXO കുഡ എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് CPU യും GPU യും സെലക്ട് ചെയ്തുകൊണ്ടോ നമുക്ക് റെൻഡർ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു റെൻഡർ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഗ്രാഫിക്സ് കാർഡിന്റെ ഡ്രൈവേഴ്സ് എല്ലാം അപ്ഡേറ്റഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു GPU റെൻഡറിങ്ങിലൂടെ റെൻഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഗ്രാഫിക്സ് കാർഡ് ചെക്ക് ചെയ്തുകൊണ്ട് അതിന്റെ വെബ്സൈറ്റിൽ കയറി ലേറ്റസ്റ്റ് ഡ്രൈവർ അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു GPU റെൻഡറിങ് ഇവിടെ സ്റ്റാർട്ട് ആയതായി കാണാവുന്നതാണ്. എത്ര വലിയ സീനാണെങ്കിലും വളരെ ഈസിയായി നമുക്ക് ഈ ഒരു GPU റെൻഡറിങ്ങിലൂടെ റെൻഡർ ചെയ്യാവുന്നതാണ്. ഈ ഒരു സീനിലെ ഫോഗിന്റെ എഫക്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഒരുപാട് ടൈം എടുത്തുകൊണ്ടാണ് ഇതുപോലുള്ള ഫോഗ് തുടങ്ങിയ എൻവയോൺമെന്റ് എഫക്ട്സ് യൂസ് ചെയ്തിട്ടുള്ള സീൻസ് റെൻഡർ ആവുക. നമുക്ക് ഈ ഒരു GPU റെൻഡറിങ് യൂസ് ചെയ്തുകൊണ്ട് വളരെ ഈസിയായി ഈ ഒരു സീനിനെ റെൻഡർ ചെയ്ത് ഔട്ട്പുട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.